കാസർഗോഡ് ജില്ലയിൽ ഉദുമ മണ്ഡലത്തിൽ ചെരുമ്പ എന്നു പറയുന്ന പ്രദേശത്ത് ഒരുപാട് മതസ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അമ്പലങ്ങൾ, മഹാവിഷ്ണു ക്ഷേത്രം, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ്, സ്കൂൾ, UP സ്കൂള്, 10,000-2000 വരുന്ന ഫാമിലി, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട പട്ടികവർഗ കുടുംബക്കാർ, ജാതിക്കാർ താമസിക്കുന്ന ആ പ്രദേശം ഉൾപ്പെടെ ഒരുപാട് 2,000-ഓളം ഫാമിലിക്കാർക്ക് അവിടെ പോകണമെങ്കിൽ യാത്രാ സൗകര്യം ഇല്ലാത്തതിന് വേണ്ടി അവിടെ ഒരു റോഡിലൊരു ബ്ലോക്ക് വന്നു. ആ ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടി പലപ്പോഴും 2.5 വർഷക്കാലം കൊണ്ട് 2021 ഡിസംബർ മാസം മുതൽ ഈ സമരം, ഈ ആവശ്യം പറയണം. ഈ ആവശ്യം പറഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അതിനെ തീരെ ശ്രദ്ധിക്കാറില്ല. കൊടുത്ത പരാതികൾക്കൊന്നും പരിഹാരം കാണാൻ അവർ ശ്രമിച്ചിട്ടില്ല. കേന്ദ്ര സഹമന്ത്രി ബഹുമാനപ്പെട്ട മുരളീധരൻ സാർ അവർക്ക് വരെ നമ്മൾ പരാതി നേരത്തെ കൊടുത്താണ്. അത് കഴിഞ്ഞ് റീജിയണൽ ഓഫീസിൽ നേരത്തെ പരാതി കൊടുത്തു. പക്ഷേ ഇതുവരെയും അധികാരി വർഗ്ഗങ്ങൾ ഇതിന് അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് നമ്മളെല്ലാം കൂടെ തീരുമാനിച്ചുകൊണ്ട്, അതായത് ജനകീയ സമരസമിതി രൂപീകരിച്ചു. പിന്നെ അതിന് ഈ സമരം ഈ ധർണയ്ക്ക് മുമ്പ് തന്നെ മനുഷ്യച്ചങ്ങല, കളക്ടറേറ്റ് ധർണ, അതുപോലെ തന്നെ ഒരുപാട് സമരങ്ങൾ അവിടെ ആവിഷ്കരിച്ചിട്ടും ഒക്കെ തന്നെ ഇന്ന് വരെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു 4ാം ഘട്ട സമരമെന്ന രീതിയിലാണ് NH-66 റീജിയണൽ ഓഫീസായ തിരുവനന്തപുരം ജില്ലയിൽ പേട്ടയിൽ നമ്മൾ ഇന്ന് ഈ ധർണ നടത്തുന്നത്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോവളം MLA വിൻസെൻ്റ് സാറാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇതാണ്. സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. അപ്പോൾ അത് നമ്മൾ പറയുന്നത് എന്താ, ഒരു അണ്ടർപാസ് വരണം. ആ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവും. ഈ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ധർണ, ഈ ജനകീയ സമരസമിതി തീരുമാനിച്ച് ഇന്ന് ഈ ധർണ നടത്തുന്നത്. അതിനുവേണ്ടി എല്ലാവരും ഈ ന്യായമായ അവകാശം, അത് ഒരു വ്യക്തിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ഒന്നുമല്ല, പൊതുവെ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യാവകാശ കാര്യമായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഇത് ഓരോ പൗരൻ്റെയും പൗരാവകാശം നോക്കിയാലും മനുഷ്യാവകാശം നോക്കിയാലും ഒക്കെ തന്നെയും ഇത് രാജ്യത്തെ ഓരോ പൗരൻ്റെയും അവകാശമാണ്. ഈ അവകാശങ്ങൾ സ്വാഭാവികമായിട്ടും അധികാരികൾ തരണ്ടേ? ആ അധികാരികൾ തരാത്തത് കൊണ്ടാണ് അധികാരികളുടെ മുമ്പിലും ബന്ധപ്പെട്ട അധികാരികളൊക്കെ തന്നെയും പലവട്ടവും പറഞ്ഞു, പല നിവേദനങ്ങളും കൊടുത്തു. പക്ഷേ എന്നിട്ടും അവരാരും അത് ഇതുവരെ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ സമരം അല്ലെങ്കിൽ ഈ ഒരു ധർണ നടത്താൻ ജനകീയ സമരസമിതിയുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ, ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ ഒരുപാട് പ്രവർത്തകർ ഈ ഒരു സമരം ആ നാടിനും നാട്ടുകാർക്കും ആവശ്യമാണ്, ഒരു ധർമ്മസമരം എന്ന രീതിയിലാണ് ഇത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമരത്തിന് വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്നും ബന്ധപ്പെട്ട അധികാരികൾ ഈ ധർണ അല്ലെങ്കിൽ ഈ വാർത്ത കേട്ടുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ നിങ്ങളുടെ കണ്ണുകൾ ഇനിയെങ്കിലും തുറക്കണമെന്ന് മാത്രമാണ് ഈ അവസരം അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. അത്തരത്തിൽ ഏറ്റവും മേന്മയേറിയ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം 2.5 വർഷക്കാലമായി ഈ ഒരു സമരപാതയിലാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ, ചെരുമ്പ പ്രദേശത്തെ ഏറെ ജനങ്ങൾ, 2000-ൽ പുറത്തു വരുന്ന ജനങ്ങൾ, ആ പ്രദേശത്തെ ഒരുപാട് സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളായാലും അമ്പലങ്ങളിലായാലും ഹോസ്പിറ്റലിലായാലും കൃഷിഭവനിലായാലും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി പോകേണ്ട ഈ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഈ ഒരു സമരസമിതി ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ വാർഡിൻ്റെ അല്ലെങ്കിൽ മണ്ഡലത്തിൻ്റെ അല്ല, നമ്മുടെ നാടിൻ്റെ ആവശ്യമായി കണക്കാക്കി ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇത്രയേറെ ജനങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സമരം വിജയിപ്പിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യകതയാണ്. നീതിക്ക് വേണ്ടിയുള്ള ഇവരുടെ ഈ മനോഭാവത്തെ മനസ്സിലാക്കി അധികാരികൾ എത്രയും പെട്ടെന്ന് അതായത് സഞ്ചരിക്കാനുള്ള ഇവരുടെ ഈ അണ്ടർപാസ് എന്ന ഏറ്റവും വലിയ അവകാശത്തെ അധികാരികളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളിവിടെ ഒരു സമരം, ധർണ ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാസർഗോഡ് നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് അല്ലെങ്കിൽ അധികാരികളുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയുള്ള ഈ ഒരു സമരത്തിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകർ അർപ്പിക്കുന്നു.
സമരസമിതി സിന്ദാബാദ്, ആരോധർണ സിന്ദാബാദ്, ആരോധർണ സിന്ദാബാദ്. റോഡിന് നടുവേ മതിലുയരുമ്പോൾ, റോഡിന് നടുവേ മതിലുയരുമ്പോൾ നടവഴി പോലും നൽകാതെ, നടവഴി പോലും നൽകാതെ നാടിനെ തമ്മിൽ ഭിന്നിപ്പിച്ചു, നാടിനെ തമ്മിൽ ഭിന്നിപ്പിച്ച് വികസനം തീർക്കും അധികാരികളെ, വികസനം തീർക്കും അധികാരികളെ. ആരോധർണ സിന്ദാബാദ്, ആരോധർണ. വികസനം വേണം, റോഡ് വേണം. റോഡ് കടക്കാൻ വഴിയൊന്നില്ല, മരണം വരെയും സമരം ചെയ്യും. വരുന്ന കോൺക്രീറ്റ് മതിൽ മൂലം റോഡിന് ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത നിഷേധിക്കപ്പെടുകയാണ്. അണ്ടർപാസ് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മനുഷ്യചങ്ങല, കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള നിരവധി സമരങ്ങൾ നടത്തുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി നിവേദനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. 2.5 വർഷമായി നമ്മൾ സമരമുഖത്തുണ്ട്. ഇതുവരെയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഈ ധർണ നടത്തേണ്ടി വന്നിട്ടുള്ളത്. ഈ പ്രദേശത്ത് 750ഓളം വരുന്ന പട്ടികവർഗ വിഭാഗ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു ഉന്നതി, അതുപോലെ തന്നെ ചെരുമ്പ റിഫായ ജുമാ മസ്ജിദ്, ആയമ്പാറ മഹാവീക്ഷ ക്ഷേത്രം, ബന്തെടുക്ക ഭാഗങ്ങളിൽ നിന്നും ദേശീയ ടൂറിസ്റ്റ് കേന്ദ്രമായ ബേക്കൽ ഫോർട്ട്, അതുപോലെ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ ജനങ്ങൾക്ക് അത്യാവശ്യമാണ് ഈ അണ്ടർപാസ്. മാത്രമല്ല ഈ പ്രദേശത്തുള്ള 2000-ൽ പരം കുടുംബങ്ങൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഈ അണ്ടർപാസ്. ഞങ്ങൾ ആരും വികസനത്തിനെതിരല്ല, രാജ്യത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഈ അശാസ്ത്രീയമായ ഈ നിർമ്മാണ രീതിക്കെതിരെയാണ് ഞങ്ങളുടെ ഈ സമരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന് ഉദുമ നിയോജക മണ്ഡലത്തിലെ നിന്ന് വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ഇവിടെ എത്തിയ നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഉദുമ നിയോജക മണ്ഡലത്തിലെ പെരുമ്പ പ്രദേശത്ത് ഒരു അണ്ടർപാസ് അനുവദിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവിധ രൂപത്തിലും വിവിധ ഘട്ടങ്ങളിലുമായി ആക്ഷൻ കൗൺസിൽ സമരരംഗത്താണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2 വർഷത്തിലേറെയായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരരംഗത്താണ് ആക്ഷൻ കൗൺസിലുകൾ. നിങ്ങളുടെ ഈ ത്യാഗനിർഭരമായ സമരം ഇതെത്രമാത്രം ന്യായമായ ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ഒരു അന്യായമായ ആവശ്യമാണെങ്കിൽ ഇത്രയധികം ബുദ്ധിമുട്ടി നിങ്ങൾ ഈ NHന്റെ ആസ്ഥാനത്തിന് മുന്നിലേക്ക് കാസർഗോഡ് നിന്ന് വരില്ല. ഒരു അണ്ടർപാസ് നിർമ്മിക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. നാഷണൽ ഹൈവേ നിർമ്മിച്ചു, അപ്പോൾ അവിടെ ഇതുപോലൊരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി അവർ സമരം നടത്തി. ആ സമരത്തിൻ്റെ ഫലമായി അവിടെ പാലം നിർമ്മിക്കാമെന്ന് പറയുകയും ഈ NH ഗതാഗതത്തിന് തുറന്നു കൊടുത്തതിന് ശേഷം അവിടെ വീണ്ടും പാലം നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഡിസൈൻ മാറ്റിയിട്ടാണ്
ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അന്ന് ആവശ്യമുന്നയിച്ച എല്ലാ സ്ഥലങ്ങളിലും അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഈ പൈസയുടെ ആദ്യം മുടക്ക് മുതൽ നിങ്ങളാണെങ്കിലും പിന്നീട് ഈ പൈസ മുഴുവനും ആരിൽ നിന്ന് പിരിക്കും? ജനങ്ങളിൽ നിന്നാണ് പിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ടോൾ പിരിച്ചാണ് എല്ലായിടത്തെയും നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. പിടിവാശി ഉപേക്ഷിച്ചുകൊണ്ട് ഈ NH കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിർമ്മിക്കുമ്പോൾ ഇതുപോലെ ഒട്ടനവധി സമരങ്ങൾ, ആ സമരങ്ങളെല്ലാം പരിഹാരം കണ്ട ആവശ്യമായ പരിഹാര നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അണ്ടർപാസുകളും മേൽപ്പാലങ്ങളും എല്ലാം നിർമ്മിച്ചാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ഈ ഉദുമ നിയോജക മണ്ഡലത്തിൽപ്പെട്ട പെരുമ്പ, അല്ലേ, ചെരുമ്പ, ആ പ്രദേശത്തെ ജനങ്ങളോട് മാത്രം ഒരു വിവേചനം പാടില്ല. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ NH അധികാരികൾ തയ്യാറാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ജനകീയ മുന്നേറ്റത്തിന് വേണ്ടി പൊതു താല്പര്യത്തോടുകൂടി എത്തിച്ചേർന്ന എല്ലാ സമര നേതാക്കളെയും 1000 അഭിവാദ്യം അർപ്പിക്കുകയാണ്. ജനകീയ സമരങ്ങളും ജനകീയ പരിപാടികളും നാട് ഒരുപാട് കാണാറുണ്ട്. നൈമിഷിക പരിപാടികളും ദീർഘവീക്ഷണത്തോടുകൂടി ജനകീയ താല്പര്യങ്ങളും നാം കാണാറുണ്ട്. അതിലുള്ള പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ സമരസമിതി എന്ന നിലയിൽ പെരുമ്പ പ്രദേശത്ത് നാം നടത്തുന്ന പരിപാടി അധികാരികൾ ഉത്തരവാദിത്വത്തോടുകൂടി നോക്കിക്കാണുമെന്നും ഈ ജനകീയ മുന്നേറ്റം കഴിഞ്ഞ 2.5 വർഷക്കാലങ്ങളിലായി വിവിധ സമരപരിപാടികൾ, നിവേദനങ്ങളിലൂടെ, പ്രതിഷേധങ്ങളിലൂടെ, കൂട്ടായ്മകളിലൂടെ, എല്ലാവിധ വികാരത്തോടും കൂടി നടത്തിയ ആ ജനകീയ സമരപരിപാടിയെ ഗൗരവമായി കാണും എന്ന് നാം വിശ്വസിക്കുകയാണ്. നടപ്പാത ജനജീവിതം ദുസ്സഹമാക്കുന്ന പാതയ്ക്ക് സൗകര്യമില്ലെങ്കിൽ ജനങ്ങളാകെ അതീവ ബുദ്ധിമുട്ടിലേക്ക് അനുഭവപ്പെടും. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരം വ്യാപിപ്പിച്ചു കൊണ്ടുപോകാതിരിക്കാൻ പ്രിയമുള്ള ഭരണാധികാരികൾ ശ്രമിക്കണം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു 20 വർഷമായി ആക്ടിവിസ്റ്റിലുള്ള വ്യക്തിയാണ്. ഇങ്ങനെ പൊതുജന കാര്യങ്ങളും ശബരിമല അടക്കമുള്ള പല വിഷയങ്ങളും ഏറ്റെടുക്കുന്നുള്ളൂ. ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന തത്വം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതാണ് സത്യം. എന്ന് പറഞ്ഞാൽ ആരെയും ദ്രോഹിക്കണമെന്നോ മോശമാണോന്നോ അല്ല, വേറൊരാളുടെ പാല് തട്ടിയെടുക്കണമെന്നല്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശക്തമായി ഉന്നയിച്ച് അധികാരികളെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ജനഹിതത്തിന്റെ വേറൊന്നും ബുദ്ധിമുട്ടിക്കണമെന്നല്ല, ഈ ജനഹിതവും ജനസൗകര്യവും മനസ്സിലാക്കിയാൽ എല്ലാ രാഷ്ട്രീയക്കാരും, നിയമ സംവിധാനങ്ങളും, പോലീസും, കോടതികളടക്കം നമ്മുടെ ആ നിലപാടിനോട് യോജിക്കും. അക്രമോത്സുകമാകരുത്, എന്നാൽ ശക്തമായി മുമ്പോട്ട് പോകാൻ നമുക്ക് വേണം. ഈ ധർണയെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക്, അമ്പലത്തിന്, പള്ളിക്ക്, നമ്മുടെ പട്ടികജാതി വിഭാഗം വ്യക്തികൾക്ക്, ഗ്രന്ഥശാലയ്ക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വേണ്ട രീതിയിൽ ശാസ്ത്രീയമായി ഇത് ചെയ്ത ആൾക്കാർ ആദ്യം ഉദ്ദേശിച്ച് കാണില്ല. ചില ആൾക്കാർക്ക് ഇനിയും മാറ്റാനുള്ള മെനക്കേടെടുക്കാൻ വയ്യാത്തോണ്ട് നമ്മളോട് പറ്റൂല എന്ന് പറയുന്നവർ കാണും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ റിയലിസ്റ്റിക്കലി നടക്കുന്നത്. ആരെയും കുറ്റമായിട്ടല്ല. അവരോട് ശക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൂടുതൽ ആൾക്കാരെ കണ്ട് നിവേദനങ്ങൾ നൽകി സപ്പോർട്ട് സ്വീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടക്കം ക്യാമ്പയിൻ ചെയ്ത് മീഡിയയിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വിജയിക്കാൻ കഴിയും. എന്നാൽ കഴിയുന്ന എല്ലാവിധ എൻ്റെ ഹമ്പിളായ സപ്പോർട്ടും സഹകരണങ്ങളും ഉണ്ടാകും. 100% അതിൽ പിന്തുണയുണ്ടാകും. ഞാൻ എൻ്റെ വിഷയം കാര്യമായി വാക്കിയെ കുറിച്ച് സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. മഹാത്മാഗാന്ധി പറഞ്ഞതാണ് എല്ലാ സാമൂഹിക മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാന വാചകം. ആദ്യം അവർ നമ്മളെ അവഗണിക്കും,
പിന്നീട് അവർ നമ്മളെ പരിഹസിക്കും, പിന്നീട് അവർ നമ്മളോട് യുദ്ധം ചെയ്യും, ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കും എന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണ്. ഈ എരിവെയിലത്തും ചൂടത്തും ഇവിടെ വന്നിരുന്ന് നാടിൻ്റെ ഒരു കാര്യം ചെയ്യുന്ന നിങ്ങൾക്ക് നാട്ടുകാരുടെയും ദൈവത്തിൻ്റെയും എല്ലാ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകട്ടെ. ജയ് ഹിന്ദ്.